പിന്നെ ഒരിക്കൽ കൂടി ഒരു ഗെറ്റ് ടുഗദറിന് അവിടെ എത്തണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വേറൊന്നിനുമല്ല, എന്റെ കൃത്യമായ വ്യക്തിത്വം ഒന്ന് കാണിച്ചു കൊടുക്കണം. ബാലു, അമ്മയും സാഗറിനെയൊക്കെ കൊണ്ടുചെല്ലാൻ മമ്മി പറഞ്ഞു. പക്ഷേ ഇനി അവരെ അവിടേക്ക് കൊണ്ടുപോയി വിഷമിപ്പിക്കണ്ട. ഇനി സ്വർണ്ണത്തളികയിൽ ആഹാരം വിളമ്പിത്തരാന്ന് പറഞ്ഞാൽ പോലും അമ്മയും മീനുവിനെയും സാഗറിനെയും അവിടേക്ക് വിടുന്നില്ല. അഭിമാനം വിട്ട് ഒരു കളിയുമില്ല. നമ്മൾ രണ്ടുപേരും കൂടി പോകുന്നു. ഇവിടെ അമ്മയോടൊന്നും ഈ കാര്യത്തെപ്പറ്റി സൂചിപ്പിക്കുക പോലും വേണ്ട. ഫംഗ്ഷൻ കഴിഞ്ഞു വന്നിട്ട് എല്ലാം പറഞ്ഞാൽ മതി. സോ നാളെ മുതൽ നമ്മുടെ ഓഫീസിൽ നടപ്പിലാക്കാൻ പോകുന്ന രീതികളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കൊരു സംശയമുണ്ട്. സംശയമല്ല, ഒരു കാര്യം പറയാനുണ്ട്. വെൽക്കം, പറഞ്ഞോളൂ. വർക്ക് ലോഡ് വളരെ കൂടുതലാണ്. സിഇഒ അതൊന്ന് പരിശോധിക്കണം. തീർച്ചയായും പരിശോധിക്കാം. സ്റ്റാഫ് ഹാപ്പി ആയിരുന്നാലേ സ്ഥാപനത്തിലെ റിസൾട്ട് ഉണ്ടാവും. ഞാൻ ഉറപ്പ് നൽകുന്നു, അത് തീർച്ചയായും ഞാൻ പരിശോധിക്കാം. പിന്നെ എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു ഹെവി വർക്ക് ലോഡ് ഇവിടെ ഉണ്ടാവാറില്ല. താര എന്തു പറയുന്നു? എനിക്ക് ആവറേജ് ആയിട്ടാണ് മാഡം ഫീൽ ചെയ്യുന്നത്. കണ്ടോ, രണ്ടുപേര് രണ്ടു തരത്തിൽ പറയുന്നു. എനിക്ക് തോന്നുന്നു ജോലി അപ്രോച്ച് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസമായിരിക്കും. എനിവേ, ഈ മാറ്റർ ഞാൻ കൃത്യമായിട്ട് നോക്കും. മറ്റൊരാൾ പറയുന്നത് അയാളുടെ കാര്യങ്ങളാ. ഞാൻ പറഞ്ഞത് അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ആ മാറ്റർ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞു. അതിനി സംസാരിക്കണ്ട. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ നമുക്ക് ഒറ്റ മനസ്സോടെ വർക്ക് ചെയ്യാം. കമ്പനിക്ക് നല്ല റിസൾട്ട് കൊടുക്കാം. എനിക്ക് പറയാനുള്ളത് സിഇഒ മുഴുവനായിട്ട് കേട്ടില്ല. നേരത്തെ പറഞ്ഞ വിഷയമാണെങ്കിൽ ഞാനത് പരിശോധിക്കാം. അതിൽ ഇനി ഡിസ്കഷൻ ഇല്ല. ഇനി MD എന്ന നിലയ്ക്ക് എല്ലാവരോടും എനിക്കൊരു കാര്യം അറിയിക്കാനുണ്ട്. പുതിയ സിഇഒ കമ്പനിയുടെ മുന്നിൽ വെച്ച ആദ്യത്തെ റിക്വസ്റ്റ് സ്റ്റാഫിനൊരു സ്പെഷ്യൽ ഇൻസെന്റീവ് കൊടുക്കണമെന്നതാണ്. സിഇഒയുടെ ആ നിർദ്ദേശം കമ്പനി അംഗീകരിച്ചിട്ടുണ്ട്. ബേസിക് സാലറിയുടെ 50% ഒരു സ്പെഷ്യൽ ഇൻസെന്റീവായി നിങ്ങളുടെയൊക്കെ അക്കൗണ്ടിലെത്തും. ഗണേശ മാമ, സുധ എവിടെ മോളെ? അമ്മേ, സുധാമണിയെ ഇവിടെയെങ്കിലും കാണാറില്ലല്ലോ. എന്തു പറ്റി? ഞാനിവിടെ ഉണ്ട് ഗണേശ. എന്താ രണ്ടാളും കൂടി? നമ്മുടെ അപർണ മോള് കമ്പനിയിലെ വലിയ ഓഫീസറായല്ലയോ? ആയി ഗണേശ മാമ, ചേച്ചി കമ്പനിയിലെ സിഇഒ ആയി. അവിടുത്തെ ടോപ്പ് ആളാ. എന്താ സുധാമണി, ഇതൊക്കെ ഞങ്ങളും അറിയണ്ടേ? സുധാമണി, ഈ കോളനിയിൽ ആർക്കെങ്കിലും ഒരു നേട്ടം വന്നാ അതിന്റെ സന്തോഷം കോളനിയിൽ എല്ലാവരും കൂടി ആഘോഷിക്കും. ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, അത് മറന്നുപോയോ? അപർണ മോള് സിഇഒ ആയത് ഈ ഒറ്റ വീട് കോളനി ഒറ്റക്കെട്ടായിട്ട് ആഘോഷിക്കും. അതെ. അല്ല വേണോട്ടാ, അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവൂലേ? കോളനിക്കാർക്ക് ബുദ്ധിമുട്ടാവോ? സുധാമണിയുടെ രീതികൾ ആകെ മാറിപ്പോയല്ലോ. മക്കളെ, അമ്മക്ക് ഇതെന്തു പറ്റി? അതെ, മുമ്പേ ഏത് കാര്യത്തിന് മുന്നിൽ നിന്നത് സുധാമണി ആയിരുന്നില്ലേ? എന്തോ ഒരു പ്രശ്നത്തിലാ സുധാമണി. മുഖം കണ്ടാ അറിയാം. ഏയ്, എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ അപർണമോള് സിഇഒ ആയത് നമ്മൾ ആഘോഷിക്കും. ഇക്കാര്യം ഇപ്പം തന്നെ അപർണയെ വിളിച്ചറിയിക്കാം. അയ്യോ, അത് വേണ്ട, അത് വേണ്ട. അപർണ മോൾക്ക് സർപ്രൈസ് കൊടുക്കണം. ബാലു അപർണ ഓഫീസിൽ നിന്ന് വരുമ്പോ ഇവിടുത്തെ സെറ്റപ്പ് കണ്ട് ഞെട്ടണം. അത് തന്നെ. ഞങ്ങളിതാ കോളനി മൊത്തത്തിൽ അങ്ങ് അലങ്കരിക്കാൻ പോവാ. സന്ധ്യക്ക് പാർട്ടിയും ആഘോഷം. അടിപൊളി. ഒരു മിനിറ്റ്. അല്ല, എങ്ങോട്ടാ സുധാമണി? ഇതിനൊക്കെ ചെലവുണ്ടല്ലോ, കുറച്ച് പൈസ ഏൽപ്പിക്കാന്ന് വിചാരിച്ചു. എന്താ സുധാമണി ഇത്? കോളനിയുടെ രീതികളൊക്കെ മറന്നോ? ആർക്ക് വേണ്ടിയാണോ നമ്മൾ ആഘോഷിക്കുന്നത്? അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ കാശ് വാങ്ങാറുണ്ടോ? ഇതൊന്നും ഞങ്ങളുടെ ആഘോഷമാ. നിങ്ങൾ കൂടെ നിന്ന് സഹകരിച്ചാൽ മാത്രം മതി. അതെ അതെ. അപ്പോ നമുക്ക് തുടങ്ങിയാലോ?
ഞാൻ റെഡി. ഞാനും റെഡി. എന്നാ പിന്നെ ഞാനാ റെഡി അല്ലാത്ത? ഞാനും റെഡി. ഹലോ, ആ ഫംഗ്ഷന്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാ. ഈവനിങ്ങില് കൃത്യമായിട്ട് എത്തണം. ഓക്കെ. ആ സജീവൻ IPS വിളിച്ചതാ. ഫാമിലി ആയിട്ട് ഇങ്ങ് എത്താൻ പറഞ്ഞിട്ടുണ്ട്. ആ യാമിനി, ശിവനെയും കുടുംബത്തെയും വിളിക്കണ്ടേ? നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് അല്ലേ? അയ്യടാ, ഓട്ടക്കാരനെ പാർട്ടിക്ക് വിളിക്കാനോ? ബെസ്റ്റ് പാർട്ടി നമ്മുടെ ബന്ധം വെച്ചിട്ടല്ല, നമ്മുടെ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് വേണം വിളിക്കാൻ. അല്ലേ മോളെ? ഞാൻ പറയുന്നതാണ് ശരിയെന്ന് നിങ്ങളൊക്കെ നാളെ തിരിച്ചറിയും. ആ ആയിക്കോട്ടെ മക്കളെ, നാളത്തെ കാര്യമല്ല, നമുക്ക് ഇന്നത്തെ കാര്യം നോക്കിയാ മതി. അതെ, അമ്മ പറയുന്നതാ നേര്. നമുക്ക് ഇന്നത്തെ കാര്യം മാത്രം ശ്രദ്ധിച്ചാ മതി. ഇന്നത്തെ പാർട്ടിക്ക് എത്ര രൂപയാ നമ്മൾ ചെലവാക്കുന്നതെന്ന് അറിയാലോ. അത്രയും ചെലവാക്കുമ്പോ ആ നിലവാരത്തിലുള്ള ആൾക്കാർ മതി പങ്കെടുക്കുന്നത്. അയ്യോ, എന്റെ കുറെ സംബന്ധക്കാര് ഒരു തിരക്കും കാശിന് വകയില്ലാത്ത ആൾക്കാരാ. ഞാൻ ഒറ്റ എണ്ണത്തിന് ഇങ്ങോട്ട് അടുപ്പിക്കത്തില്ല. യാമിനി, ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നല്ലോ, അതൊക്കെ നടക്കും. ഇന്നത്തെ പാർട്ടിയിൽ ബാലു പരസ്യമായി നാണം കെടും. അപ്പുവും ബാലുവും തമ്മിൽ തെറ്റും. ഗണേഷേട്ടാ, ഈ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള എന്റെ ഷെയർ. ഓ താങ്ക് യു, താങ്ക് യു. അപ്പൊ ശരി ശരി. ഈശ്വരാ, ഗണേശ, എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവോ? ഓ, ഈ സുധാമണിയെ കൊണ്ട് തോറ്റല്ലോ. മോളൊരു കാര്യം ചെയ്യും, അമ്മയോട് അകത്ത് എന്നിരിക്കാൻ പറ. ഇതൊക്കെ ഞങ്ങൾ ശരിയാക്കിക്കോളാം. അയ്യോ, ഞാൻ അറിയാണ്ട് ചോദിച്ചു പോയതാണേ, ക്ഷമിക്കേ. അപർണ എന്തെങ്കിലും കാര്യത്തിൽ വിളിക്കുകയാണെങ്കിൽ അറിയാതെ പോലും സൂചിപ്പിച്ചേക്കരുത് ഇവിടുത്തെ ആഘോഷത്തിന്റെ കാര്യമൊന്നും. ഓ ഇല്ലേ, ഞാൻ പറയുന്നുമില്ല, ചോദിക്കുന്നുമില്ല. ചെല്ലു. അതെ, ഇവിടെ എന്താ മത്സരം നടത്താൻ പോവാ? ഇവിടെ ചെറിയൊരു മത്സരം നടത്താൻ പോവാ. എന്താ വിശേഷം? സുധാമണി രണ്ടാമത് കെട്ടാൻ പോണോ? ഒരുമാതിരി വേണ്ടാതിനെ പറഞ്ഞോണ്ടല്ലോ, എന്റെ സ്വഭാവം അറിയാലോ. ആ, ഇവിടുത്തെ വിശേഷം എന്താന്ന് പറഞ്ഞ പോരെ? ആ പറ, എന്താ വിശേഷം? സുധാമണിയുടെ മരുമോള് അപർണ മോൾക്ക് CEO ആയിട്ട് ജോലി കയറ്റം കിട്ടി. എനിക്കൊരു ക്രെഡിറ്റ് അല്ലേ? അപ്പൊ നമ്മളത് ആഘോഷിക്കണ്ടേ? കേക്ക് മുറിക്കൽ, ഡാൻസ്, പാട്ട്, അങ്ങനെ ഞങ്ങൾ അങ്ങ് കൊഴുപ്പിക്കും. അത് തന്നെ. സുഭാഷിണി, നിന്റെ വകയായിട്ടെ ഒരു ചെറിയ സംഭാവന തന്നേക്ക്. സംഭാവനയോ? ഇവിടെ കടുക് മേടിക്കാൻ കാശില്ല, അപ്പഴാ സുധാമണിയുടെ മരുമോളുടെ തെങ്ങേറ്റത്തിന്റെ സംഭാവന. തെങ്ങ് കയറ്റുമല്ല, ജോലി കയറ്റുവാ. ഓ, രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാ. എന്തോ ഇത്? ഗണേശ, വേണോട്ട, സുഭാഷിണി പറഞ്ഞിട്ട് പോയത് ഞാൻ കേട്ടു. ഇതൊന്നും വേണ്ട. സുധാമണി ഇനി എത്ര തടസ്സം പറഞ്ഞാലും അപർണ മോളുടെ നേട്ടം ഞങ്ങൾ ആഘോഷിക്കുക തന്നെ ചെയ്യും. ഇത് ഞങ്ങൾ കോളനിക്കാരുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ സന്തോഷമാ. എല്ലാവർക്കും പക്ഷെ അങ്ങനെയല്ല. എവിടെയും കാണുമല്ലോ ചില പുഴുക്കുത്തുകളും കറുത്തവറ്റുകളും. ദോഷൈക ദൃക്കുകൾ എന്തിനും ദോഷം മാത്രമേ കാണൂ. അത് നമ്മൾ കണക്കാക്കണ്ട. ഈ കോളനിയിലെ ഏറിയ പേരും അപർണ മോളുടെ നേട്ടം ആഘോഷിക്കണമെന്ന് ഉറച്ചു തന്നെയാ. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനാ ഇവിടെ വില. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലയോ? എനിക്കിതൊന്നും പറഞ്ഞ തലേ കയറൂല. ഒരു കാര്യം മാത്രം, അപ്പുമോളുടെ ജോലിക്കയറ്റം ആഘോഷിച്ചിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഈ ആളും ബഹളവും കാണുമ്പോ ആ പിള്ളേച്ചൻ കലിയളവും. അത് ഉറപ്പല്ലേ? അതുകൊണ്ട് തന്നെ ഈ ആഘോഷത്തിന് പടക്കവും വെടിക്കെട്ടും നമ്മൾ സംഘടിപ്പിക്കുന്നില്ല. അത് പിള്ളേച്ചന്റെ വക. പിള്ളേച്ചൻ ഉണ്ടാക്കുന്ന പ്രശ്നമേ പുകഞ്ഞ് കത്തിപ്പൊട്ടി അതേപോലെ അണഞ്ഞോളും. അത്രേ ഉള്ളൂ. അത് വിചാരിച്ചേ ഞങ്ങളുടെ ആഘോഷത്തിന് ഒരു കുറവ് വരത്തില്ല. വേണു, നീ വന്നേ, നമുക്ക് കേക്കിന്റെ കാര്യം നോക്കാം. അങ്കിൾ, അവിടെ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു? പുതിയ CEO കാര്യങ്ങൾ പൊളിച്ചടുക്കല്ലേ.
സിഇഒയുടെ ഭർത്താവിനെ അടിച്ചിരുത്തി. അടിച്ചിരുത്തിയല്ലേ? എന്നാൽ ഇന്ന് അവനെ നമ്മൾ ഇവിടെ അടിപ്പിച്ച് കിടത്തും. എങ്ങനെ എങ്ങനെ എങ്ങനെ? ഇവിടെ പാർട്ടിയുടെ ഫുൾ സെറ്റപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുക. കുറച്ച് സർപ്രൈസുകളും ഉണ്ട്. അത് നേരിട്ട് പറയാം. അതിനിടയില് ജ്യൂസിലൊരു കലാപരിപാടി ഉണ്ട്. അതെന്താ ജ്യൂസിലെ കലാപരിപാടി? അവൻ കുടിക്കേണ്ട ജ്യൂസിൽ നമ്മൾ മദ്യം മിക്സ് ചെയ്യുന്നു. അത് അവനെ കൊണ്ട് കുടിപ്പിക്കും. ഗസ്റ്റുകളുടെയും അപർണയുടെയും മുമ്പില് അടിച്ച് ഫിറ്റായി അവനൊരു പ്രകടനം നടത്തും. നമ്മൾ രണ്ടുപേരും അത് കണ്ട് രസിക്കും. അങ്കിളെ, അങ്കിളിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതൊക്കെ അങ്ങ് പിൻവലിക്കുക. അങ്കിൾ ഒരു സംഭവമാ. ഒരു സംഭവമല്ല, ഒന്നൊന്നര സംഭവം. ഇവിടെ നിന്ന് ബാലു ആകെ BP കയറി നിൽക്കുക. അവിടുത്തെ ജ്യൂസും കൂടി ആകുമ്പോ സംഗതി കൊഴുക്കും. നീ ഓഫീസിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്കല്ലേ വരുന്നേ? നേരെ അങ്ങോട്ട്. അവരും ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് വരുന്നു എന്നാ പറഞ്ഞത്. കോളനി പോകുന്നില്ലാന്ന്. ഓക്കെ, അപ്പോ ബാക്കിയൊക്കെ നേരിൽ. പാർട്ടി എത്രയും പെട്ടെന്ന് തുടങ്ങാൻ ഞാൻ കാത്തിരിക്കുക. ഫോൺ വെക്കട്ടെ? ഓക്കെ അങ്കിളെ. എടാ ബാലഗോപാല, നിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ആണോ? നീ പറ്റിക്കാൻ പറയല്ലോ. ഓ ഗ്രേറ്റ്. ഇല്ലില്ല, പറയുന്നില്ല. ഓക്കെ ഡിയർ, ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട്. എന്താ? ഇന്നത്തെ ഫംഗ്ഷന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആരാന്ന് ഊഹിച്ച് പറയാവോ? ആരാണെന്ന് വെച്ചൊന്ന് പറയൂ മഹേഷ്. ഊഹിക്കാനൊന്നും സമയമില്ല. മഹിമ, ദ ഗ്രേറ്റ് മഹിമ ഫ്രം USA. ഓ, മഹിമ വരുന്നുണ്ടോ? ഇതെന്താ നിങ്ങളുടെ പെങ്ങളൊരു മുന്നറിയിപ്പും ഇല്ലാതെ? സർപ്രൈസ് വിസിറ്റാ. ഇത് നമുക്ക് അപ്പോനെ അറിയിക്കണ്ട. ഫംഗ്ഷൻ നടക്കുമ്പോ മഹിമ വന്നിറങ്ങും. അപ്പൊ കണ്ട് ഞെട്ടട്ടെ അവള്. എന്തായാലും ഞാനിപ്പോ ഭയങ്കര ഹാപ്പിയാ. മഹിമയുടെ ഈ വിസിറ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിടുത്തെ അറേഞ്ച്മെന്റ്സ് എന്തായി നോക്കട്ടെ. ഇന്നത്തെ ഫംഗ്ഷന്റെ സകല സന്തോഷവും പോയി. അവള് വരട്ടെന്നേ, അതിന് നിനക്കെന്താ? എന്റെ ഭർത്താവിന്റെ സഹോദരി, അമ്മയുടെ മകൾ ഒക്കെ ശരി തന്നെയാ. പക്ഷേ ഞാനുമായിട്ട് ആ മഹിമ തീരെ ചേരില്ല. സ്വന്തം തള്ളയായ ഞാനുമായിട്ട് ചേരുന്നില്ല, പിന്നല്ലേ നീയുമായിട്ട്. നീ ഒന്ന് സമാധാനപ്പെട്. അവള് വരട്ടെ. മഹേഷിന്റെ വേറൊരു പതിപ്പാ. എന്ത് പറഞ്ഞാലും വലിയ ആദർശം കണ്ടുപിടിക്കും. ഇന്നിനിയിപ്പോ വന്ന് എന്ത് കുറ്റങ്ങളാണാവോ എനിക്കെതിരെ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്തിനാ അവളിപ്പോ സ്റ്റേറ്റ്സിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്? സമാധാനപ്പെടുമോളെ, നിന്റെ അമ്മ കൂടെ ഇല്ലേ? മഹിമ വരട്ടെ, ഞാൻ നോക്കിക്കോളാം. എന്നെ ഉപദേശിക്കാൻ എങ്ങാനും വന്ന എന്റെ സ്വഭാവം മാറും. ആദ്യം അവളൊന്ന് വന്നോട്ടെ. ഡോ, കാറും നിർത്തിയേ. എന്താ ബാലു? താൻ കാറും നിർത്തിയേ. എന്താ എന്താ ബാലു? പാർട്ടിക്ക് ഞാൻ വരുന്നില്ല. അതെന്താ ഇപ്പൊ മനസ്സ് മാറിയത്? നേരത്തെ തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നതല്ലേ ഓഫീസിൽ നിന്ന് നേരെ പാർട്ടിക്ക് പോകുന്നു. ഇന്ന് രാവിലെയും കൂടെ മമ്മി വിളിച്ചതല്ലേ. നമ്മൾ ഉറപ്പ് പറഞ്ഞോണ്ടല്ലേ അവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് എന്തു പറ്റി? ഒന്നുമില്ല, എനിക്ക് വരാൻ തോന്നുന്നില്ല, അത്ര തന്നെ. ബാലു, അതെന്ത് ന്യായം പറിച്ചില്ല? വരാൻ തോന്നുന്നില്ല, വരുന്നില്ല, അതുകൊള്ളാം. ഞാനും ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയാലുണ്ടല്ലോ
നീ അമ്മയും സാഗറിനെയും മീനാക്ഷിയെയും വിളിക്കാത്തതാണോ വിഷമത്തിന് കാരണം? അത് നമ്മൾ തന്നെ തീരുമാനിച്ചതല്ലേ. അന്ന് വിരുന്നിന് പോയ അനുഭവം ഇനി ഉണ്ടാവണ്ടെന്ന് വെച്ച് നമ്മൾ മാത്രം പോയാ മതിന്ന് അല്ലേ? ഇനി വിരുന്നിന് പോയ ദിവസത്തെ പ്രശ്നങ്ങളാണോ? മമ്മി അന്ന് കാണിച്ചതിനൊക്കെ പകരമായി ബാലുവിനെ കൊണ്ട് തന്നെ തിരിച്ചു പറയിപ്പിച്ചില്ലേ? മമ്മിയും അച്ഛമ്മയൊക്കെ ബാലു ആവശ്യത്തിന് പറഞ്ഞില്ലേ? അന്നത്തോടെ മനസ്സും ക്ലീൻ ആയെന്നും ബാലു തന്നെ പറഞ്ഞല്ലോ. നമുക്കിപ്പൊ തല ഉയർത്തി തന്നെ അങ്ങോട്ട് പോകാം. എന്താ ബാലു പെട്ടെന്ന് മനസ്സ് മാറാനുള്ള കാരണം എന്താ? താൻ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയാൻ ഇത് ഓഫീസൊന്നുമല്ല. ഇവിടെ താൻ സിഇഒ അല്ല. ഭരണപരിഷ്കാരവും ഉത്തരവുകളൊക്കെ അങ്ങ് ഓഫീസിൽ മതി. ആ, ഞാൻ ഉദ്ദേശിച്ച അതേ കാര്യം തന്നെ. പ്രശ്നം അത് തന്നെയാ. ഇന്ന് ഓഫീസിലെ ആ മീറ്റിംഗ്, അവിടെ വെച്ച് കിരൺ ഇൻസെന്റീവ് പ്രഖ്യാപിച്ചതും അതിന്റെയൊക്കെ ഒരു ചൊരുക്ക് അല്ലേ? എന്തോന്നാ ചൊരുക്കോ? പുതിയ പുതിയ പ്രയോഗങ്ങളാണല്ലോ ഓരോ ദിവസവും കൊണ്ടുവരുന്നത്. ചൊരുക്ക്. ഇൻസെന്റീവ് പ്രഖ്യാപിക്കുന്നതിന് എനിക്ക് ചൊരുക്കും ദേഷ്യവും വരേണ്ട കാര്യം എന്താ? ശങ്കരൻ വീണ്ടും തെങ്ങിയെ തന്നെ മനസ്സിലായി. ബാലു ബാലു പറ, ഞാൻ ഈ ജോലി രാജിവെക്കണോ? അന്ന് ബാലു രാജിക്കാര്യം പറഞ്ഞപ്പോ ഞാൻ എതിർത്തു. എതിർക്കാനുള്ള കാരണവും ഞാൻ പറഞ്ഞു. പക്ഷെ ബാലുവിനൊന്നും മനസ്സിലാവുന്നില്ല. കിരൺ എന്റെ ശത്രുവാ, നമ്മുടെ ശത്രുവാ. അത് നിനക്കും അറിയാം. ഒരു ശത്രുവിന്റെ ഓഫീസില് സന്തോഷിച്ച് കഴിയുന്നത് എന്തിനാ? എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അയാൾ ഒരു ശത്രു ആണ് എന്നതുകൂടിയാ. എന്താ? അയാള് ശത്രു ആയതുകൊണ്ടാ അവിടെ തുടരുന്നേന്ന്. എന്തുകൊണ്ടാ കിരണിന്റെ ഓഫീസിൽ തുടരേണ്ടതെന്നുള്ളതിന് പല കാരണങ്ങളും ഞാൻ അന്ന് പറഞ്ഞു. ആരെങ്കിലും പേടിച്ച് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഓടിക്കൊണ്ടിരുന്ന ജീവിതാവസാനം വരെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അയാളെ പേടിച്ച് നമ്മൾ പോവല്ല വേണ്ടത്, മറിച്ച് നമ്മൾ പോകുന്നു പറയുമ്പോ അയാൾ പേടിക്കണം. പക്ഷെ ഒരു കാരണം ഞാൻ അന്ന് പറഞ്ഞില്ല. എന്ത് കാരണം? ഒരു ശത്രുവിന്റെ നീക്കം മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് അയാളുടെ കൂടെ തന്നെ നിൽക്കാന്നുള്ളതാ. ഒരു പക കിരണിന്റെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അകന്ന് നിൽക്കുമ്പോ ആ പക വീട്ടാൻ അവൻ എളുപ്പമാ. അകന്ന് നിൽക്കുമ്പോ അവൻ എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അതുപോലെ ശത്രു അകന്ന് നിൽക്കുമ്പോ നമുക്കും സമാധാനം കാണില്ല. ബാലുവിന്റെ ഒരു സേഫ്റ്റിക്ക് കൂടെ വേണ്ടിട്ടാ ഈ ഓഫീസിൽ തന്നെ തുടരാൻ ഞാൻ നിർബന്ധം പിടിക്കുന്നത്. കിരണിന്റെ മനസ്സിൽ ഇപ്പൊ ബിസിനസ് മാത്രമേ ഉള്ളെന്നാ എന്റെ വിശ്വാസം. അഥവാ ഒരു വൈരാഗ്യം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് അവന്റെ ഓഫീസിൽ തന്നെ തുടരുന്നതാ. ബാലുവിന്റെ മനസ്സ് വിഷമിക്കേണ്ടെന്ന് വെച്ചിട്ടാ ഞാനിത് ഇതുവരെ പറയാത്തത്. സത്യം. ശരി, പോവാം. എല്ലാം ഓക്കെ ആണല്ലോ സാറേ? ഇത് മതിയല്ലോ? ഇത് മതി, അടിപൊളി. നോക്കി. ഹായ്. ഇല്ല, ഇവിടെ ആരുമില്ല, നീ വാ.